എടോ അതിനവിടെ ആൾക്കാരുണ്ടോ, അത് അവര് തീരുമാനിച്ചോളൂ. ഞാൻ തീരുമാനിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറയും വേണ്ട. മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കണ, അത് മദർസയിൽ കയറിയിട്ട് മോഹൻ എവിടെ ഈസാൻ എവിടെയും ക്ലാസ് എടുക്കണം എന്നുള്ള അവര് തീരുമാനിച്ചോളൂ. നിങ്ങൾ അവരെന്നെ താക്കാൻ പോണ്ട. നിങ്ങൾക്ക് അത്ര മുട്ടുണ്ടെങ്കിൽ നിങ്ങളെ അടുത്തുള്ള പള്ളിക്കാണ് ചെല്ലി, ബാക്കി അവര് പറഞ്ഞു നിങ്ങൾക്ക് എന്താന്നുള്ളത്. നമ്മളൊക്കെ പിന്നെ എല്ലാം തേഞ്ഞിട്ടിരിക്കണവരാണല്ലോ അല്ലേ. ജാതിയുടെ പേരില്, സ്വന്തം മതത്തിലുള്ള ആൾക്കാരുടെ ജാതിയുടെ പേരില്, ജാതി പേരുടെ പേരില് തല്ലി കൊന്നിട്ട് കുഴിച്ചു മൂടിയിട്ടുള്ള നാട്ടിൽ നിന്നിട്ട് ഞങ്ങൾ ഈ ചിലക്കിന്. ഈ പറഞ്ഞതിൽ എനിക്കൊരു അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല. കാരണം ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളും ഇങ്ങനെയൊക്കെ വിശാലമായി ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നവരാണ്. കാര്യങ്ങളെ നല്ല നിലക്ക് ഗ്രഹിക്കാൻ കഴിവുള്ള വിശാലതയോടുകൂടി കാണുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇസ്ലാമിനെതിരെ നിരന്തരമായി ഒരു ന്യൂനപക്ഷം പരമത വിദ്വേഷമാണെങ്കിലും ആക്രോശമാണെങ്കിലും ആക്ഷേപമാണെങ്കിലും പരിഹാസമാണെങ്കിലും പ്രവാചക നിന്ദയാണെങ്കിലും മതനിന്ദയാണെങ്കിലും ഒക്കെ നടത്തുമ്പോൾ അതേ തട്ടിൽ അതേ തൂക്കത്തിൽ നമ്മൾ തിരിച്ച് പ്രകോപനപരമായി മറുപടി പറയാത്തത്. ഇവർക്കൊക്കെ നാവ് വഴങ്ങുന്ന അതേ റൂട്ടിൽ നമുക്ക് നാവ് വഴങ്ങും. എന്നിട്ട് പോലും സഭ്യതയുടെ അതിർവരമ്പുകൾ കടക്കാത്തത്. നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു വാചകം കൊണ്ട് ഈ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ സമഭാവനയോടുകൂടി ചിന്തിക്കുന്ന മാന്യന്മാരായ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ വേദന ഉണ്ടായി പോകുമോ എന്ന് പേടിച്ചിട്ടാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയൊക്കെ എന്തെല്ലാം ആക്ഷേപങ്ങൾ, എന്തെല്ലാം പരിഹാസങ്ങൾ, മുസ്ലിമീങ്ങൾക്കെതിരെ എന്തെല്ലാം സന്താനങ്ങൾ വർദ്ധിച്ചു പോകുന്നു എന്നതിൻ്റെ പേരിൽ പോലും എന്തെല്ലാം വൃത്തികെട്ട ആക്ഷേപങ്ങൾ ആരോപണം കമൻറ്റ് ബോക്സിൽ എഴുതി നടക്കുമ്പോൾ നമ്മൾ അതിന് അതേ തുയനത്തിൽ മറുപടി പറയാത്തത് നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്. അല്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വിശാല ഹൃദയമുള്ള ഹൈന്ദവ സഹോദരങ്ങളാണ് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷ മനുഷ്യർ എന്നുള്ളത് കൊണ്ടാണ്. ബാക്കി നമുക്ക് കേൾക്കാം. അതിനെതിരൊക്കെ നിങ്ങൾക്ക് ഒന്ന് പ്രതികരിക്കാൻ പറ്റും. നിങ്ങൾക്ക് മറ്റുള്ളവരെ പള്ളിയിലത്തെ കാര്യം നോക്കണേ, നിങ്ങൾക്ക് നമ്മളെ സ്വന്തം മതത്തിലുള്ള തെറ്റുകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? എന്നിട്ട് വരെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോക്ക്. പാലക്കാട് മലപ്പുറം ബോർഡറിൽ ഒരാന ചരിഞ്ഞാൽ കടക്കപ്രതി ഇല്ലാത്തത് മലപ്പുറത്തെ മുസ്ലിമീങ്ങൾക്ക് എന്നല്ല, കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ വിധി പ്രസ്താവത്തെ തുടർന്ന് ഇടതുപക്ഷ സർക്കാർ ഇനിഷ്യേറ്റ് എടുത്തുകൊണ്ട് ശബരിമലയിലേക്ക് യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ കേരളത്തിലുള്ള ഓരോ മുസൽമാന്മാരും ഒരു കമന്റ് കൊണ്ട് പോലും അതിനെ പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആ വിഷയത്തിൽ നടത്തിയ നിലപാട് വ്യക്തവും സുദീർഘവും സുതാര്യമായിരുന്നു. മറ്റൊരു സമൂഹത്തിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വാസങ്ങളിൽ മറ്റാരും കൈകടത്താൻ പാടില്ല എന്ന ഭരണഘടനയുടെ തത്വങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ആ വിഷയത്തിൽ നിലപാട് പറഞ്ഞു. എന്നിട്ട് പോലും ഈ സമൂഹത്തിനെതിരെയായിരുന്നു ആക്ഷേപം മുഴുവനും. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ എഴുതിയെന്നറിയോ? ധൈര്യമുണ്ടോ ഇടതുപക്ഷ കമ്മി സർക്കാർ, ജിഹാദി സർക്കാരെ, നിങ്ങൾക്ക് യുവതികളെ അല്ലെങ്കിൽ സ്ത്രീകളെ, മുസ്ലിം സ്ത്രീകളെ മുസ്ലിം പള്ളികളിൽ പ്രവേശിപ്പിക്കാൻ? മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ കയറിയാൽ നിങ്ങളുടെ പ്രശ്നം അവസാനിക്കുമോ? അല്ലെങ്കിൽ തന്നെ മുസ്ലിം സ്ത്രീ പള്ളിയിൽ കയറി എന്തെങ്കിലും ശുദ്ധികലശം അങ്ങനത്തെ വല്ലതും ചെയ്യേണ്ടി വരുമോ? മുസ്ലിം സ്ത്രീകൾ പള്ളിയിലേക്ക് സംഘടിതമായ പ്രാർത്ഥനകൾക്ക് വരാൻ പാടില്ല. അങ്ങനെ ഒരുപാട് തത്വങ്ങൾ അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. പരപുരുഷന്മാരോടൊപ്പമുള്ള സംഘടിതമായ നമസ്കാരങ്ങൾക്ക് വരണ്ട, അവർക്ക് പുരുഷന്മാരെ പോലെ സംഘടിതമായി ചേർന്നുകൊണ്ടുള്ള പ്രാർത്ഥനകൾക്ക് അവർക്ക് നിർബന്ധിതമായൊരു കൽപ്പനയില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ പ്രഭാത പ്രാർത്ഥന ഏകദേശം 4-5 മണിക്കാണ്. ഒരു പെണ്ണ് ഒറ്റക്കുള്ള വീട്ടിൽ അവൾ ഈ നിർബന്ധിതമായ കൽപ്പന ഉണ്ടെങ്കിൽ തനിച്ച് രാത്രി ഇരുട്ടിൽ അവൾ ഒറ്റയ്ക്ക് വരണ്ടേ? അങ്ങനെ സ്ത്രീകൾ അവരുടെ പരിമിതിയും അവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ടാണ് പള്ളിയിലേക്ക് ജമാഅത്തുകൾക്ക് പുരുഷന്മാരെ പോലെ നിങ്ങൾ വരണ്ട. അല്ല, പെണ്ണ് പള്ളി കയറിയുകൊണ്ട് പള്ളി ശുദ്ധികലശം ചെയ്യേണ്ടി വരത്തില്ല. അവർക്ക് അങ്ങനെ കയറാനുള്ള വിലക്കുമില്ല. അതാദ്യം മനസ്സിലാക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഗവൺമെന്റിനോട് ആവശ്യമായി ബന്ധപ്പെട്ട് നമ്മൾ സംവദിക്കുന്നതിന് പകരം എന്ത് വന്നാലും എന്ത് കീറാമുട്ടി വന്നാലും അത് മുസ്ലിമീങ്ങളുടെ തലക്ക് വെച്ചിട്ട് നമുക്ക് സ്വയം ആശ്വസിക്കാന്നുള്ളതല്ലാതെ പ്രബുദ്ധ മലയാളികൾ, ഗ്രഹിക്കാൻ കഴിയുന്ന മനുഷ്യർക്ക് ഇതൊക്കെ പമ്പര വിഡ്ഢിത്തമായിട്ടേ തോന്നുള്ളൂ. എൻ്റെ ഒരു കൂട്ടുകാരെ പ്രേമിച്ച പെണ്ണിനെ പോയിട്ട് വീട്ടിൽ ചോദിച്ചപ്പോ പറഞ്ഞേ താഴ്ന്ന ജാതിയാ, പെണ്ണ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. ആ വഴിയുള്ള നാട്ടിൽ അങ്ങൾ ചെയ്തിട്ട് കോണത്തിലെ വർത്താനം പറയണേ. എന്താ ആ നവോത്ഥാനം നിങ്ങൾക്ക് നടത്തി കാണിക്കാൻ പറ്റുമോ? ഒരു 250 ജാതി 300 സംഘടന ഓവിയാടാ അവിടുന്ന്. എന്നിട്ട് വലിയ മറ്റുള്ളവരെ തീട്ടത്തിലെ തരി നോക്കാൻ വന്നേക്കുക. നിങ്ങൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ ഈ വിഷയത്തെ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയേ. വർത്തമാനകാല കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ജാതി വിഷയം. ആ വിഷയത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വേടന്റെ വിഷയമാണല്ലോ. വേടനെ പാടാൻ കൊണ്ടുവന്ന് ക്ഷേത്ര കമ്മിറ്റി. വേടന്റെ ആസ്വാദകരും അനുവാചകരുമായ ആളുകളാരാ? അതേ വിശ്വാസമുള്ള ആളുകൾ. വേടന്റെ പാട്ടിനെ എതിർത്തതാരാ? അതേ വിശ്വാസമുള്ള ആളുകൾ. തെറി കേൾക്കേണ്ട വന്നവരാരാ? കേരളത്തിലെ മുസ്ലിമീങ്ങൾ. RSS നേതാവായ മധു പറഞ്ഞത്, ധൈര്യമുണ്ടോ വേടനെ പാളയം പള്ളി കയറ്റി പാടിക്കാൻ? ഞാൻ മറുപടി പറഞ്ഞിരുന്നു, പാടിക്കലല്ല, അയാളെ പള്ളിയിൽ ഇമാമാക്കാന്ന് പറഞ്ഞു. ഇസ്ലാമിന്റെ വഴിയെ വന്ന അതിനും ചീത്ത കിട്ടത് കേരളത്തിലെ മുസ്ലിമീങ്ങൾ. വേടൻ പട്ടിക്ക് ബുദ്ധൻ എന്ന് പേരിട്ടു. അതിനും അത് ചോദിക്കുന്നത്, ധൈര്യമുണ്ടോ മുഹമ്മദ് എന്നോ മുസ്ലിം പേരിടാൻ പട്ടിക്ക്? ധൈര്യമുണ്ടോ? നിങ്ങളുടെ തല കാണത്തില്ലെന്നാ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം പറയടേ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങൾ പഠിച്ച് അതിന് നിങ്ങൾ വേണ്ട നടപടി എടുക്കുന്നതിന് പകരം എല്ലാത്തിനും നിങ്ങൾ മുസ്ലിമീങ്ങളെ ചാരിയത് കൊണ്ട് നിങ്ങളുടെ പ്രശ്നം അവസാനിക്കുമോ?
മുസ്ലിം പെണ്ണിനെ പള്ളിയിൽ കയറ്റി നിങ്ങളുടെ പ്രശ്നം അവസാനിക്കുമോ? വേടന്റെ പട്ടിക്ക് മുസ്ലിം പേരിട്ടാൽ നിങ്ങളുടെ പ്രശ്നം അവസാനിക്കുമോ? നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഖിയാമത്ത് നാൾ വരെ, ലോകാവസാനം വരെ അവസാനിക്കാത്ത പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണ് നിങ്ങൾ പഠിച്ചിട്ട് അതിന് പരിഹാരം കാണുന്നതിന് പകരം നിങ്ങൾ എല്ലാ കാര്യത്തിലും മുസ്ലിമീങ്ങളെ നിങ്ങൾ വലിച്ചിട്ടതുകൊണ്ട് നിങ്ങൾ സ്വയം ഇളിഭ്യരാകുന്നുള്ളല്ലാതെ. ഇനി നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും മുസ്ലിമീങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ചില രാജ്യങ്ങളിൽ അവിടുത്തെ നിയമവാഴ്ച വിശുദ്ധമായ ഖുർആന്റെ നിയമമാണ്. എന്നാൽ നിങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയമുണ്ടല്ലോ, നിങ്ങൾ പവിത്രമാണെന്ന് പറയുന്നു, ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോയി ഇവിടുത്തെ ആദർശവുമായി പോയ ഒരാൾ എന്നുള്ളതല്ലാതെ ഏതെങ്കിലും മനുഷ്യന്റെ ഹൃദയത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ശതമാനം? എന്നാൽ ഇന്ത്യയിൽ നിന്ന് പോയ ഏതെല്ലാം മതത്തിൽപ്പെട്ട മനുഷ്യന്മാർ ഇസ്ലാമായി തിരിച്ചു വന്നു. ഇപ്പോൾ കൊടിഞ്ഞിലെ ഫൈസലിനെ അടക്കങ്ങൾ വെട്ടിക്കൊന്നല്ലോ. കൊടിഞ്ഞി ഫൈസൽ എങ്ങനെയാണ് ഇസ്ലാമിന്റെ ഭാഗമായത്? നിങ്ങൾ എന്തെല്ലാം പ്രതിരോധം ഹാദിയക്കെതിരെ നിങ്ങൾ ഏർപ്പെടുത്തി, എന്തെല്ലാം ഓഫർ വെച്ചു, ആ പെൺകുട്ടി നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞു? അതോടെ പറഞ്ഞത് മനുഷ്യ ഹൃദയങ്ങളെ സ്വാധീനിക്കാൻ ഒരിക്കലും വർഗീയതക്കും വിദ്വേഷം കഴിയില്ല. നിങ്ങൾ 1000 പേര് വട്ടം കൂടി നിന്നുകൊണ്ട് ഇസ്ലാം വർഗീയതമാണ്, പരമത വിദ്വേഷമാണ്, അതിൽ പഠിപ്പിക്കുന്ന മുഴുവനും മറ്റുള്ളവനെ ഹനിക്കാനാണ് പറയുന്നതെങ്കിൽ ഒരിക്കലും അത് റിയാലിറ്റി അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യനെ അത് സ്വാധീനിക്കാൻ കഴിയില്ല. എത്ര ആയിരം മനുഷ്യർ ഈ നാട്ടിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ പോയി അവിടുത്തെ നിയമത്തിലേക്കുള്ള ഇസ്ലാമിക നിയമമായിട്ടും എല്ലാ പൗരന്മാർക്കും അവകാശങ്ങൾ കിട്ടുന്നില്ലേ? ഇപ്പം നിങ്ങൾ സൗദി അറേബ്യ പോകണമെങ്കിൽ നിങ്ങൾ ആ രാജ്യത്തുള്ള ഒരു പൗരൻ നിങ്ങൾ ഇസ്ലാം മത വിശ്വാസി അല്ലാത്തത് കൊണ്ടോ ആയതുകൊണ്ടോ നിങ്ങൾ ആക്രമിച്ചെന്ന് വിചാരിക്കുക. ആ പൗരന് നിങ്ങളൊരു അവിശ്വാസി ആയതുകൊണ്ട് ആക്രമിച്ചതിൻ്റെ പേരിൽ അവനെ വെറുതെ വിടുക അവിടുത്തെ നിയമം? ഇല്ല, ശിക്ഷിക്കും. ശിക്ഷിക്കും, അങ്ങനെയാണ് നിയമം. നിങ്ങൾ ഗൾഫിലുള്ളവരോട് ചോദിച്ചു നോക്ക്, എല്ലാവർക്കും തുല്യമായി നീതി കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രത്യയശാസ്ത്രങ്ങൾക്ക് ലോകത്ത് വളർച്ചയുണ്ടാവുകയുള്ളൂ. അതിന് ആ ആശയം കൊണ്ട് നടക്കുന്ന അതിൻ്റെ പ്രചാരകരായ ആളുകൾ ആ ആശയത്തെ സ്വാംശീകരിക്കുകയും ധാർമ്മിക ബോധത്തോട്, നീതിബോധത്തോട് ജീവിക്കാൻ കഴിയണം. അല്ലാതെ ശുദ്ധ തെമ്മാടിത്തരം പറഞ്ഞ് മറ്റുള്ളവനെ ആക്ഷേപിച്ചിട്ട് ജീവിതകാലം മുഴുവനും തോന്നിയാസം പറഞ്ഞു നടന്നുകൊണ്ട് ഒരു മനുഷ്യൻ ഇതൊന്നും ഉൾക്കൊള്ളത്തില്ല. എന്ന് മാത്രമല്ല, സ്വന്തം ആ ആശയത്തിൽ ജനിച്ചവർ പോലും വെറുത്തു പോകും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കണ്ടത്. തമ്പ്രാക്കന്മാര് പോടാ അവിടുന്ന്. എന്നിട്ട് നമ്മളോട് വന്നിട്ട് പള്ളിയില് എന്താ എന്റെ മുട്ട പൊന്തില്ല, പള്ളിയിൽ പോയിട്ട് ചോദിക്കാന് അടി ചെല്ലു ചെയ്, അടി കയറി കൊടുക്ക് പോയിട്ട്. പണ്ട് കാരണവന്മാര് പറഞ്ഞിട്ടുണ്ടേ, കുള്ളിയും നാനില്ലെങ്കിലും കെടുക്കട്ടെ പെരപ്പുറത്ത് ഒരു കോണകം തന്നിട്ടുണ്ട്. അതേപോലത്തെ ആൾക്കാരാണ് ഇതൊക്കെ. പോയി വല്ല പൂച്ചയ്ക്കും പുല്ല് പറിച്ചു കൊടുത്താണ്ടാ അവങ്ങളെ പരിപാടി. അത്രയുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞ അവനവൻ്റെ കാര്യം നോക്കുക. മനസ്സിലായില്ലേ? ഒന്നുമില്ലെങ്കിലും അത് പെരപ്പുറത്താന്ന് പറഞ്ഞില്ലേ, അതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ധാർഷ്ട്യവും ഈ വർഗീയതയും വിദ്വേഷമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവനവൻ എന്താണ് ഉൾക്കൊള്ളുന്നത്, അതിൻ്റെ മഹിതമായ ആദർശം സ്വന്തം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. കാലാകാലം വല്ലവനെയൊക്കെ ചീത്ത പറഞ്ഞു അവഹേളിച്ചും വിദ്വേഷം പറഞ്ഞും ഒക്കെ കാലം കഴിക്കല്ലേ. മനുഷ്യൻ മരണാനന്തരം നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ പോലും വെറുപ്പോടുകൂടി ഓർക്കുള്ളൂ. നല്ലത് പറയുക, നല്ലത് പ്രചരിപ്പിക്കുക, നല്ലതിന് വേണ്ടി നിലകൊള്ളുക, നല്ലവനായി മരണപ്പെടുക.